എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു കോഫി കേക്കാണ് തയ്യാറാക്കുന്നത്. നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കോഫി കേക്ക് റെഡിയാക്കാനായിട്ട് ആദ്യമേ ഇതിൻ്റെ ബാറ്റർ ഒന്ന് ശരിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ചൂടുള്ള അരക്കപ്പ് വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതിനകത്തേക്ക് ചൂടൊന്നുമില്ല, ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തണുത്തതിന് ശേഷം വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഒരു മുട്ട ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തണുപ്പ് പോയതിന് ശേഷം ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നമ്മൾ ഇതിനകത്തേക്ക് കാപ്പിപ്പൊടിയുള്ള ചേർത്തേക്കണം. അപ്പോൾ അതുകൊണ്ട് നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മധുരം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഇതിനകത്ത് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ പൊടികളൊക്കെ ഒന്ന് അരിച്ചിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കോഫി കേക്കാണല്ലോ തയ്യാറാക്കുന്നത്, അപ്പോൾ കോഫിയുടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നതിന് ശേഷം 1-2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്ററി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനിലാണെന്നുണ്ടെങ്കിലും ഒരു 40 മിനിറ്റ് നിങ്ങളിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 40 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയിട്ട് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നമുക്കൊരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അതവിടെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ അതവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അതാ ഞാനൊരു പപ്പടം കുത്തി ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് തട്ടി കൊടുത്താൽ മതി ഇതേപോലെ ഇട്ടിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കോഫി കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്